സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ ഉഷ കൃഷ്ണമൂർത്തി. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ ലഡുവാണ്. ഇപ്പം അതിന് ആദ്യം വേണ്ടത് വെണ്ണയാണ്. വെണ്ണയെ എടുത്ത് ഉരുക്കി നെയ്യുണ്ടാക്കുന്നു. നെയ്യുണ്ടാക്കിയതിന് ശേഷം അതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി അരിച്ച് മാറ്റി വെക്കുകയാണ്. നല്ല ചൂടാണ്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പിന്നെ പഞ്ചസാര, റവ, ഏലക്കായ, മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇത്രയാണ് വേണ്ടത്. പഞ്ചസാരയെ നമുക്ക് ഏലക്കായ ചേർത്ത് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവയെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പഞ്ചസാരപ്പൊടിയും ഏലക്കായ റവയും കൂടെ അതിനോടൊപ്പം യോജിച്ചോളും. അതിനുശേഷം നമുക്ക് വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു 50 ml നെയ്യാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. 50 ml നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പം അണ്ടിപ്പരിപ്പ്, മുന്തിരി എടുത്ത് വെച്ചതിനെ അതിലിട്ട് ഒന്ന് ചെറുതീയിൽ ഒന്ന് ഇളക്കി ഒരു ലൈറ്റ് കളറായി വരുമ്പം, ഒരുപാട് ബ്രൗൺ ആകാൻ പാടില്ല, തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര, ഏലക്കായ, റവ ആ മിശ്രിതം അടുപ്പത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള നെയ്യിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. പെട്ടെന്നങ്ങ് ഇളക്കി എല്ലാ ഭാഗത്തും നെയ്യെത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പം അതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് കുറയും. ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്കതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം അതിനെ ഒന്ന് ഒരു കൈ കൊണ്ട് എടുത്ത് നോക്കാം. നമുക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കിയിട്ട് ചൂട് പിടിക്കാവുന്ന, കൈ കൊണ്ടെടുത്ത് ഉരുട്ടാവുന്ന പാകമാണോ എന്ന് നോക്കിയ ശേഷം മാത്രമേ അത് എടുക്കാവൂ. നെയ്യ് ആയതുകൊണ്ട് ചൂട് പെട്ടെന്ന് കുറയില്ല, പഞ്ചസാരയുമാണ്. അപ്പോൾ കുറേശ്ശെ എടുത്ത് നമുക്ക് നന്നായിട്ട് അമർത്തിപ്പിടിച്ച് ഉരുട്ടണം. അല്ലാതെ കയ്യിൽ വെച്ച് നമ്മളിങ്ങനെ ഉരുട്ടുക എന്ന് പറഞ്ഞാൽ ആ രീതിയല്ല. നന്നായിട്ട് അമർത്തിപ്പിടിച്ചിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം അതിനെ ഉരുളകളാക്കി എടുക്കാം. പിന്നെ അതിനെ കയ്യിലിട്ടൊന്ന് ഉരുട്ടുമ്പോൾ ഷേപ്പ് വന്നോളൂ. അങ്ങനെ ഇതെല്ലാം നമുക്കങ്ങനെ എടുക്കാം. നല്ല ടേസ്റ്റിയായ വീട്ടിലുണ്ടാക്കുന്ന റവ ലഡു, വീട്ടിലുണ്ടാക്കിയ നെയ്യ്, വീട്ടിൽ വാങ്ങുന്ന പാലിൻ്റെ വെണ്ണയിൽ നിന്നും എടുത്ത നെയ്യാണ്. അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എല്ലാം വളരെ രുചികരമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ്. അപ്പോൾ എല്ലാം റെഡിയായി, എല്ലാവരും വന്നോളൂ. നമുക്കെല്ലാവർക്കും കൂടി കഴിക്കാം റവ ലഡു.